കുരുന്ത് എന്ന് പറയുന്ന പട്ടണത്തിന്റെ പ്രത്യേകതകൾ നാം ചിന്തിക്കുകയുണ്ടായി. വളരെ അധാർമികതയിൽ എല്ലാവിധമായിരിക്കുന്ന അധാർമികതയും ആ വാക്കിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതായിരുന്ന കുരുന്നില് പൗലോസിന്റെ പ്രവർത്തനം അനേകരുടെ മാനസാന്തരത്തിന്, അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിച്ചു. രണ്ടാം മിഷണറി യാത്രയിലാണ് പൗലോസ് കുരിന്തിൽ എത്തിയത്. അതിന് മുമ്പ് താൻ എത്തിയതായത് രണ്ടാം മിഷണറി യാത്രയിൽ ആദ്യം എത്തിയ സ്ഥലം ഫിലിപ്പിയ, രണ്ടാമത് തെസ്സലോനിക്ക, മൂന്നാമത് ബെരോവ, അഥേന, പിന്നീടാണ് കൊരിന്തിയിൽ എത്തിയത്. ഒന്ന് കൊരിന്ത്യർ 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ആദ്യം പൗലോസ് തന്നെയാണ് അവിടെ എത്തിയത്. എന്നാൽ 18-5 നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട് ശീലാസും തിമോത്തിയോസും അവിടേക്ക് വന്നു. അത് പൗലോസിന് കൂടുതൽ ഉത്സാഹം വരുത്തുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. പൗലോസിന്റെ പ്രവർത്തന മേഖലകൾ നാം നോക്കിയാൽ കൂടുതലും പൗലോസ് പ്രവർത്തിച്ച പട്ടണങ്ങളിലാണ്. എഫെസോസില്, കൊരിന്ത്, ഇതൊക്കെ വലിയ പട്ടണങ്ങളായിരുന്നു അക്കാലത്ത്. അതുപോലെ കൂടുതൽ താൻ പ്രസംഗിച്ചത് പള്ളികളിലായിരുന്നു. യഹൂദ പള്ളികളിലാണ് താൻ കൂടുതലായിട്ട് പ്രസംഗിച്ചത്. ഫിലിപ്പിയിൽ നാം കാണുമ്പോൾ ചന്തസ്ഥലത്ത് താൻ പ്രസംഗിച്ചതായിട്ടൊക്കെ നാം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ലഭിക്കത്തക്ക സ്ഥലങ്ങളിലേക്ക് പോയി പരസ്യമായിട്ട് കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നതായിരിക്കുന്ന അനുഭവമാണ് പൗലോസിന്റെ പ്രവർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് കൊരിന്ത്യർ ലേഖനം എഴുതിയത് എവിടെ നിന്നാണെന്ന് നാം ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് കൊരിന്ത്യർ ലേഖനം എഴുതിയത് എഫെസോസിൽ നിന്നാണ്. കൊരിന്തിൽ നിന്ന് പൗലോസ് പിന്നീട് പോയത് എഫെസോസിലേക്കാണ്. എഫെസോസിൽ നിന്നാണ് ഈ കൊരിന്ത്യർ ലേഖനം എഴുതിയത് എന്ന് കാണാനായിട്ട് സാധിക്കും. വളരെ അധാർമികതയിൽ നിന്ന് മുൻപോട്ട് വന്ന ദൈവജനം അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊന്നും അവർ പിന്നെയും വിടാതെ പിന്തുടർന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ വളരെ അസാധാരണമായിരിക്കുന്ന ഒരു കരുതൽ പൗലോസിന്, സാധാരണ എന്ന് പറഞ്ഞാൽ പൗലോസിനോടുള്ള ബന്ധമില്ല, പൊതുവെ നാം ലോകത്തിൽ കാണാത്ത പലപ്പോഴും നമ്മുടെ ഒരു വിശ്വാസി ഏതെങ്കിലും ഒരു വീഴ്ചയിൽ വീണാൽ അത് ആഘോഷിക്കുന്ന ഒരു ലോകമാണ് നാം ഇപ്പൊ കാണുന്നത്. ഏതെങ്കിലും ഒരു വിശ്വാസി ഏതെങ്കിലും ഒരു തെറ്റിൽ അകപ്പെട്ടാൽ അത് എത്രയും മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് സാധിക്കുമോ, എത്രയും ആ വ്യക്തിയെ താഴ്ചയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ, അങ്ങനെയുള്ള ഒരു ലോകത്താണ് നാം ഇപ്പൊ കാണുന്നത്. പൗലോസിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ പൗലോസ് ഈ കൊരിന്ത്യരെ പോലെ വാസ്തവത്തില് ജഡീകന്മാരായിരിക്കുന്നവര് വിശ്വാസികള് അക്കാലത്തും ഇക്കാലത്തും ഉണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ അങ്ങനെയുള്ള വിശ്വാസികളെ പോലും അങ്ങേയറ്റം കരുതലോടുകൂടി പൗലോസ് പറയുകയുണ്ടായി, നിങ്ങൾക്ക് അനേക ഗുരുക്കന്മാരുണ്ടെങ്കിലും ഒരു പിതാവേ നിങ്ങൾക്കുള്ളൂ, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ഒരു പിതാവിന്റെ സ്നേഹത്തോടു കൂടി അവരെ കറക്റ്റ് ചെയ്യുകയും അവരെ എങ്ങനെയെങ്കിലും ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുവാനായിട്ടുള്ള ശ്രമം പൗലോസിന്റെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കൂടെ ആയിരിക്കാം പൗലോസ് എത്ര പ്രാവശ്യം കൊരിന്ത്യരെ സംബന്ധിച്ചത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എത്ര പ്രാവശ്യം ഓർക്കും? നമ്മളെ 3 പ്രാവശ്യം പൗലോസ് കൊരിന്ത്യരെ സന്ദർശിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3 പ്രാവശ്യം. ഈ കൊരിന്ത്യ വിശ്വാസികളെ ഏതെങ്കിലും തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവരെ എങ്ങനെയെങ്കിലും കൊണ്ടുവരുവാനായിട്ട് ദൈവഭാഗത്തേക്ക് കുറെ കൂടി ആത്മീയരായിട്ട് അവരെ കാണുവാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പൗലോസ് പ്രവർത്തിക്കുകയും ലേഖനങ്ങൾ എഴുതി. എത്ര ലേഖനങ്ങൾ എഴുതി? 4 ലേഖനങ്ങൾ എഴുതി. നമുക്ക് 2 ലേഖനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് കൊരിന്ത്യർ എഴുതുന്നതിന് മുമ്പ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. നമ്മതിന്റെ തെളിവുകൾ വേദപുസ്തകത്തിൽ നിന്ന് നാം നോക്കിയുണ്ടായി. 1 കൊരിന്ത്യർ ലേഖനം എഴുതുന്നതിന് മുമ്പ് ഒരു ലേഖനം എഴുതി, 2 കൊരിന്ത്യറിനും 1 കൊരിന്ത്യറിനും ഇടയ്ക്ക് ഒരു ലേഖനം എഴുതി. അങ്ങനെ മൊത്തം 4 ലേഖനങ്ങൾ പൗലോസ് എഴുതി. അത് 2 ലേഖനങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏതാണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. കൊരിന്ത്യ ലേഖനത്തിന് മറ്റുള്ള ലേഖനങ്ങൾക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. റോമാലേഖനം നാം വായിച്ചു നോക്കിയാൽ അത് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ലേഖനമാണ്. അതിനകത്തെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് സമയവും ശ്രദ്ധയും ഒക്കെ കുറെ കൂടെ കൊടുത്തെങ്കിലേ നമുക്ക് സാധിക്കുള്ളൂ. ദൈവശാസ്ത്രപരമായിരിക്കുന്ന ലേഖനമാണ് റോമാലേഖനം. റോമാലേഖനം കഴിഞ്ഞ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കൊരിന്ത്യ ലേഖനം കഴിഞ്ഞുള്ള ലേഖനങ്ങൾ നാം നോക്കിയാൽ കൊരിന്ത്യ ലേഖനം കഴിഞ്ഞുള്ള ലേഖനം ഏതാണ്? കൊരിന്ത്യ ലേഖനം കഴിഞ്ഞുള്ള ലേഖനം
ഗലാത്യ ലേഖനം തുടങ്ങിയുള്ള ലേഖനങ്ങൾ നോക്കിയാൽ ഉപദേശ വിഷയങ്ങളാണ് കൂടുതൽ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. കൂടുതലും ദുരുപദേശങ്ങൾക്കെതിരായിട്ടാണ് പല ലേഖനങ്ങളും പൗലോസ് എഴുതായിട്ടും കാണാനായിട്ട് സാധിക്കും. എന്നാൽ കൊരിന്ത് ലേഖനത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പ്രായോഗിക ക്രിസ്ത്യ ജീവിതമാണ് അതിനകത്തെ വിഷയം പൂർണ്ണമായിട്ട്. ക്രിസ്തീയ ജീവിതത്തിൽ വന്ന പാളിച്ചകൾ, കൊരിന്ത്യർക്ക് കൃത്യവിശ്വാസികൾക്ക് ആത്മീയ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന പരാജയങ്ങൾ, അവർക്ക് സംഭവിച്ചതായിരിക്കുന്ന വീഴ്ചകൾ, അതിനെയൊക്കെ കറക്റ്റ് ചെയ്ത് അവരെ വാസ്തവമായിരിക്കുന്ന ആത്മീയതയിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു ലേഖനമായിട്ടാണ് നമുക്ക് കൊരിന്ത് ലേഖനത്തെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ലേഖനമാണ് കൊരിന്ത് ലേഖനം എന്നുള്ളത്. വാസ്തവത്തിൽ ഞാൻ ഈ ലേഖനം ഞാൻ പറഞ്ഞുള്ള കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. ഒരു പഠനമായിട്ട് ഈ ലേഖനം എടുക്കുന്നത് ഈ അടുത്ത സമയത്താണ്. പത്തനംതിട്ട ധ്യാനയോഗത്തോടുള്ള ബന്ധത്തിലും പിന്നീട് ഇപ്പോഴും പത്തനംതിട്ട ധ്യാനയോഗത്തോടുള്ള ബന്ധത്തിൽ ഇത്രയും ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇപ്പോഴും പഠിക്കുവാനായിട്ട് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ഇക്കാലത്തെ വിശ്വാസ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ ആവശ്യമുള്ളതായിരിക്കുന്ന ഒരു ലേഖനമാണ് കൊരിന്ത് ലേഖനം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. നാം ഇത് പഠിക്കുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് സംഭവിക്കുന്നതായിരിക്കും, നാം കാണുന്നതായിരിക്കുന്ന അനേക വിഷയങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ളതോ അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിരിക്കുന്ന ധാരണയില്ലാത്തതായിരിക്കുന്ന അനേക കാര്യങ്ങളെ കുറിച്ച് കൊരിന്ത് ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കൊരിന്ത് ലേഖനം മറ്റുള്ള ലേഖനങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസമുള്ള ലേഖനമാണ് എന്ന് കാണാൻ സാധിക്കും. കൊരിന്ത്യരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പറഞ്ഞതുപോലെ അവരുടെ ജഡീകത്വമായിരുന്നു. ആത്മീയന്മാർ അവരുടെ ഇടയിൽ വളരെ കുറവായിരുന്നു. ജഡീകത്വമായിരുന്നു അവരുടെ പ്രധാനമായിരുന്ന പ്രശ്നം എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. കൊരിന്ത്യരെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3 കൂട്ടത്തിലുള്ള ആളുകളെ, രണ്ടിന്റെ അവസാനത്തിൽ 3-ലുമായിട്ട് 3 കൂട്ടത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കുമല്ലോ. ആരൊക്കെയാണ്? 2 കൊരിന്ത്യർ, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ ആത്മീയനുണ്ട്, ജഡീകനുണ്ട്, പ്രാകൃത മനുഷ്യരുണ്ട്. 3 കൂട്ടർ ഉണ്ട്. പ്രാകൃത മനുഷ്യർ എന്ന് പറയുന്നത് വിശ്വാസമില്ലാത്തവരാണ്. ജഡീകത്വമാണ് എന്ന് പറഞ്ഞാൽ ആത്മീയത്വമില്ലാത്തതായിരിക്കുന്ന അവസ്ഥ. ആ ജഡീകത്വമാണ് നാം ഈ കൊരിന്ത് ലേഖനം വായിക്കുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും ആ സഭയിൽ. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താ? ജഡീകത്വമാണ്. ആത്മീയത്വമില്ലാത്തതായിരിക്കുന്ന അവരുടെ അവസ്ഥയാണ് അവിടെ ഉള്ളതായിരിക്കുന്ന ഭിന്നത അവിടുത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നു. നാം ഈ ലേഖന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഭിന്നതയ്ക്ക് കാരണം അവരുടെ ജഡീകത്വമായിരുന്നു. ദുർനടപ്പിന് കാരണം അവരുടെ ജഡീകത്വമായിരുന്നു. വ്യവഹാരങ്ങളിൽ, അന്യോന്യമുള്ളതായിരിക്കും വ്യവഹാരങ്ങളിൽ മറ്റുള്ളവർ, അതായത് കോടതിയിലേക്കും ഒക്കെ പോകുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത് ഈ ജഡീകത്വമാണ്. വിട്ടുകൊടുക്കുവാനായിട്ടുള്ള മനസ്സ് അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ജഡത്തിന്റെ ഇച്ഛകൾക്ക് അനുസരിച്ച് അവർ മുൻപോട്ട് പോയപ്പോൾ ഇതെല്ലാം അവരുടെ സഭയിൽ, അവരുടെ വ്യക്തിജീവിതത്തിലുണ്ടായി, അവരുടെ സഭാജീവിതത്തിലും ഉണ്ടായതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജഡീകത്വത്തിന്റെ പ്രധാന സ്വഭാവം എന്ന് പറയുന്നത് സ്വാർത്ഥത. നാം നോക്കിയാൽ ജഡീകത്വത്തിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വാർത്ഥത. നാം ചിന്തിച്ചു നോക്കാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജഡത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തകൾ. നമ്മെ വിളിച്ചത് കർത്താവാണ്, കർത്താവിന്റെ കർത്തൃത്വത്തിനാണ് നാം വിധേയപ്പെടേണ്ടത്. പക്ഷെങ്കിൽ അതിന് മനസ്സില്ലാതെ എന്റെ ജഡം, എന്റെ ശരീരം എന്റേത് എന്നുള്ളതായിരിക്കും ചിന്തയിൽ. എന്റെ ശരീരത്തിന്റെ സന്തോഷം, എന്റെ ജഡത്തിന്റെ സന്തോഷം, എന്റേതായിരിക്കുന്ന ആഗ്രഹങ്ങൾ, അതൊക്കെ സഫലീകരിക്കുവാനായിട്ടുള്ള ആഗ്രഹമാണ് പലപ്പോഴും ജഡീകത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭിന്നത എന്ന് പറയുന്നത് ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള കാരണം സഭയിൽ പ്രധാനികളാകുവാനായിട്ടുള്ള അവരുടെ ആഗ്രഹമായിരുന്നു. പല ഗ്രൂപ്പുകൾ അവരുണ്ടാക്കി, പലരോട് അവർ ചേർന്നു. സ്വന്തമായിരിക്കുന്ന താല്പര്യങ്ങളായിരുന്നു അവരുടെ വിഷയം. നമ്മുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ അപ്പൊല്ലോസിന്റെ, അവിടെ നമുക്ക് പൗലോസിന്റെ പക്ഷക്കാരുണ്ട്, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരുണ്ട്, കേഫാവിന്റെ, പത്രോസിന്റെ പക്ഷക്കാരുണ്ട്. ഇവർ തമ്മിലൊരു മത്സരമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പുകളുള്ളത്. അപ്പോൾ തങ്ങളുടെ ഗ്രൂപ്പ് മത്സരത്തിൽ ഒന്നാമതായി കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ജഡത്തിന്റെ ചിന്തയാണ്. അവിടെ ക്രിസ്തുവിന് സ്ഥാനമില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വന്തമായിരിക്കുന്ന, നാം ഏതൊരു ലേഖനത്തിൽ വായിക്കുന്ന സ്വച്ഛേദ ആരാധനയിൽ രസിക്കുന്നവർ, സ്വച്ഛാരാധന എന്ന് പറഞ്ഞാൽ സെൽഫ് വില്ല് അനുസരിച്ചുള്ളതായിരിക്കുന്ന ആരാധന, സ്വന്തമായിരിക്കുന്ന താല്പര്യങ്ങൾ മാത്രം, അതിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്നതായിരിക്കുന്ന ചിന്താഗതി, അതൊക്കെയാണ് ജഡീകത്വത്തിന്റെ ലക്ഷണം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്
ക്രിസ്തുവിന് വേണ്ടതായിരിക്കുന്ന പരമാധികാരം കൊടുക്കാതെ, ക്രിസ്തുവിന് കൊടുക്കേണ്ടതായിരിക്കുന്ന കർത്തൃത്വം കൊടുക്കുക. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? ഒന്നുപോലെ റോമാലേഖനം 10-9 വാക്യം, അതല്ലേ നമ്മുടെ രക്ഷയുടെ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുക. അങ്ങനെ രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ നാം തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നാം രക്ഷിക്കപ്പെട്ട നാൾ തുടങ്ങിയുള്ള ജീവിതത്തിൽ നാം നോക്കിയാൽ നാം അന്ന് എടുത്തൊരു തീരുമാനത്തിന് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ അവനെ സ്വീകരിക്കുമ്പോഴാണ്, ഇതുവരെയുള്ള എന്റെ ജീവിതം ഒരു മാറ്റത്തിലേക്ക് വരുമ്പോഴാണ്. അല്ലെങ്കിൽ ഇതുവരെ എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം ആർക്കായിരുന്നു? പിശാചിനായിരുന്നു. അവിടെ നിന്ന് ഒരു മാറ്റം വന്ന് യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് രക്ഷിക്കപ്പെടുക എന്നുള്ള അനുഭവം എന്ന് പറയുന്നത്. പക്ഷെങ്കില് നാം പിന്നീട് നോക്കുമ്പോൾ അതിന് മാറ്റം വന്നാൽ യേശുക്രിസ്തുവിന് കൊടുക്കേണ്ടതായിരിക്കുന്ന സ്ഥാനം ജീവിതത്തിൽ കൊടുക്കുവാനായിട്ട് സാധിക്കാതെ വീണ്ടും പിശാചിന്റെ അടിമത്തത്തിലേക്ക്, അല്ലെങ്കിൽ പിശാചിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനായിട്ട് ആഗ്രഹിച്ചാൽ അവിടെയാണ് ജഡീകത്വം വരുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് യേശുവിനെ കർത്താവായ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴിക്കണം. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ഹൃദയങ്ങളിൽ വാഴിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അതെപ്പോ സാധിക്കാതെ ഇരിക്കുമോ? യേശുക്രിസ്തുവിന് കൊടുക്കേണ്ടതായിരിക്കുന്ന കർത്തൃത്വം, കർത്താവിന് കൊടുക്കേണ്ടതായിരിക്കുന്ന പരമാധികാരം നമ്മുടെ ജീവിതത്തിൽ എപ്പോ നമുക്ക് കൊടുക്കാൻ സാധിക്കാതെ ഇരിക്കുന്നു, അവിടെ എന്ത് വരും? ജഡീകത്വം വരും. ജഡീകത്വം വരും. നാം അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെ കർത്താവായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ ആവർത്തിച്ച് ഈ കർത്താവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കർത്താവ് എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ ഈ കൊരിന്ത്യർക്കുണ്ടായിരുന്ന പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം തങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിക്കാനായിട്ട് അവർക്കിടയായില്ല എന്നുള്ളതാണ് അവരുടെ ഈ ജഡീകത്വത്തിന്റെ കാരണമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് 1-2 വാക്യങ്ങൾ അതിനകത്ത് പെട്ടെന്ന് വായിച്ചു പോകാം. ഈ 1-ാം അധ്യായത്തിൽ മാത്രം, 1-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, 1-ന്റെ 2-ാമത്തെ വാക്യം, വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പൗലോസ് ഉറപ്പിച്ച് അവരെ ഓർപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന ചില വാക്കുകൾ നമുക്കിവിടെ ഈ ലേഖനത്തിൽ ഉടനീളം കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു വാക്കാണ് കർത്താവ് എന്നുള്ള വാക്ക്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പൗലോസ് അവിടെ ഓർപ്പിക്കുകയാണ് കൊരിന്ത്യരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഒന്നും ഉദ്ദേശമില്ലാതെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ദൈവാത്മാവിനാൽ രചിക്കപ്പെട്ടപ്പോൾ അത് ദൈവത്തിന് അതിൻ്റെതായ പ്രത്യേക ഉദ്ദേശം ഓരോ വാക്കുകളിലുമുണ്ട്. 1-ന്റെ 7-ാമത്തെ വാക്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിൽ കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവ്. 8-ാം വാക്യം തുടങ്ങുന്നത്, നമ്മുടെ കർത്താവായ 9-ാമത്തെ വാക്യം തുടങ്ങുന്നത്, തന്റെ പുത്രൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. 10-ാമത്തെ വാക്യം, പൗരന്മാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുക, നിങ്ങളുടെ ഇടയിൽ ഭിന്നത വഹിക്കാതെ ഏകമനസ്സിലായ അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ പൗലോസ് അവരെ ഓർപ്പിക്കുന്നതായി നിരന്തരമായിട്ട് ഈ ലേഖനവും ഈ അധ്യായവും തുടർന്നുള്ള അധ്യായങ്ങളും ഒക്കെ നാം ഈ ലേഖനത്തിൽ വായിച്ചു നോക്കിയാൽ തുടർച്ചയായിട്ട് പൗലോസ് ഈ വാക്കുകളൊക്കെ അവരുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട്, അവരെ ഓർപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് അവർ വില കൊടുക്കാഞ്ഞത് കൊണ്ടാണ് ഇവിടെ അവർക്ക് സംഭവിച്ചതായിരിക്കുന്ന വീഴ്ച, ജഡീകത്വം അവരുടെ ഇടയിൽ വന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ചതാണല്ലോ, അവിടെ അവരുടെ ആ ജഡീകത്വത്തെ കുറിച്ച് ചില കാര്യങ്ങളോട് പറഞ്ഞു. 3-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ജഡീകന്മാരോടെന്ന പോലെ ക്രിസ്തുവിലെ ശിഷ്യക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരെ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? 4-ാമത്തെ വാക്യം കൂടെ, ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? ഇവിടെ 2 കാര്യങ്ങൾ. ഈ വാക്കുകളെല്ലാം നമുക്ക് അതുപോലെ വിശദീകരിക്കാനായിട്ടുള്ള സമയമില്ല. ഞാൻ 2 കാര്യം കൂടെ പറയട്ടെ. ഈ ജഡീകന്മാർക്ക് വേണ്ടി പകരമായിട്ട് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന 2 പദപ്രയോഗങ്ങൾ. ഒന്ന്, 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ. അതുപോലെ ജഡീകന്മാരുടെ വേറൊരു പര്യായം എന്താ? ശേഷം
മനുഷ്യരെ പോലെ, മറ്റുള്ള മനുഷ്യരെ പോലെ ആകുക. ലോക മനുഷ്യരെ പോലെ. ജഡികന്മാരുടെ ശരിക്കും അവരുടെ ജീവിതം എന്ന് പറയുന്നത് പ്രാകൃത മനുഷ്യരെ പോലുള്ള ജീവിതമാണ്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എങ്കിലും അവരുടെ ജീവിതം നോക്കിയാൽ ശേഷം മനുഷ്യരെ പോലെ. അടുത്തതായിട്ട് നമ്മൾ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിന്റെ അവസാന വാക്ക് എന്താ? ശേഷം മനുഷ്യരെ, പിന്നെ അല്ലെങ്കിൽ എന്തുവാ? സാധാരണ മനുഷ്യര്. ഇവിടെ നാം ഒന്ന് ചിന്തിക്കണം, ഞാൻ എങ്ങനെയുള്ളവനാ? ഞാന് ശേഷം മനുഷ്യരെ പോലെ ആണോ? ശേഷം മനുഷ്യരെ പോലാണോ? ഞാൻ സാധാരണ മനുഷ്യരെ പോലാണോ? അങ്ങനെയില്ല. എന്റെ അർത്ഥം എന്താ? ഞാൻ എന്തുവാ? ഞാൻ ജഡീകൻ. ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒരു നിലയിൽ നാം പഠിക്കുമ്പോൾ ഏതെങ്കിലും ജഡീകരണത്തിന്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകണം. ശേഷം മനുഷ്യരെ പോലെ ജീവിക്കുക, സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുക, അങ്ങനെയുള്ളവരെ കുറിച്ച് ദൈവാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ജഡീകന്മാരാണെന്നുള്ളത്. നമുക്ക് മറ്റുള്ള മനുഷ്യരിൽ നിന്ന്, ലോക മനുഷ്യരിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് നാം ആത്മീയന്മാർ എന്നുള്ള നിലവാരത്തിലേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ജഡീകരണം അത് സഭയുടെ ശാപമാണ്. സഭയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ നാളുകളിലും എക്കാലത്തും നാം നോക്കിയാൽ ജഡീകരണമാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജഡീകരണത്തെ കുറിച്ച് അനേക വാക്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം. ഈ ഒരൊറ്റ കാര്യം നമുക്ക് ജഡീകരണം ഒഴിവാക്കാനായിട്ട് സാധിക്കും. ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിർവഹിക്കുകയില്ല. റോമലേഖനം 8-ന്റെ 9-ാമത്തെ വാക്യം, റോമൻ 8-9. എങ്ങനെ ജഡീകരണം നമുക്ക് ഇല്ലാതെയാക്കാം? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നാം ശേഷം മനുഷ്യരെ പോലെ ജീവിക്കുന്നവരാണ്, സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജഡീകരണം നമ്മൾ ഉണ്ടെന്ന് തന്നെയാണ്. എങ്ങനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും? ഒന്ന്, ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിർവഹിക്കുകയില്ല. റോമലേഖനം 8-ന്റെ 9-ാമത്തെ വാക്യം, റോമൻ 8-9. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് വരെ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ള. 8-ാം അധ്യായം നാം വായിച്ചു നോക്കിയാൽ അവിടെ പല കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. ഒന്ന് ജഡസ്വഭാവം, മറ്റേത് ആത്മസ്വഭാവം. അതുപോലെ തന്നെ 6-ാം വാക്യത്തില് ജഡത്തിനൊരു ചിന്തയുണ്ട്, ആത്മാവിന് വേറൊരു ചിന്തയുണ്ട്. ജഡസ്വഭാവവും ആത്മസ്വഭാവവും. നമുക്ക് ഏതാ സ്വഭാവം ഉള്ളത്? നമുക്ക് ആരെയും വിധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒരു നിമിഷം ഒന്ന് നോക്കിയിട്ട്, കർത്താവേ, എന്നിലുള്ള സ്വഭാവം എന്താണ്? ജഡസ്വഭാവമാണോ ആത്മസ്വഭാവമാണോ എന്നിലുള്ളത്? എന്റെ ചിന്തകൾ ജഡത്തിന്റെ ചിന്തകളാണോ ആത്മാവിന്റെ ചിന്തകളാണോ? ഇവിടെ നാം വായിക്കുമ്പോൾ, ഇവിടെ റോമലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം നാം വായിച്ചത്, റോമൻ 8-9 നമുക്ക് വായിച്ചത് 9. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ആത്മാവിന്റെ അധിവാസം നിങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ്? ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം. ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ജഡസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ, ആത്മസ്വഭാവത്തിലേക്ക് വരണമെങ്കിൽ, ആത്മീയത്തിലേക്ക് വരണമെങ്കിൽ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതിനു വേണ്ടിയിട്ട്, ജഡീകന്മാരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ക്രൂശിൽ രക്തം ചൊരിഞ്ഞത് നാം ഓർക്കണം. കർത്താവ് നമ്മെ വീണ്ടെടുത്തത്, വലിയൊരു വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നുവെങ്കിൽ ജഡീകന്മാരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, ആത്മസ്വഭാവമുള്ളവരായിട്ട്. ഈ വാക്കുകൾ പ്രത്യേകം നമ്മുടെ ഹൃദയത്തിൽ നാം കരുതേണ്ടത് ആവശ്യമാണ്. ആത്മസ്വഭാവമുള്ളവരായിട്ട് നമ്മൾ ശേഷം മനുഷ്യരെ പോലെയല്ല, സാധാരണ മനുഷ്യരെ പോലെയല്ല, വിശ്വാസികളായിരിക്കുന്ന നാം ആത്മസ്വഭാവമുള്ളവരായിട്ട്, ആത്മീയരായിട്ട് നാം തീരേണ്ടത് വളരെ ആവശ്യമാണ്. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒന്ന് ഒരു ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിന്റെ 6 അധ്യായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ 6 അധ്യായങ്ങള് ആ കൊരിന്ത്യ സഭയിലെ ജഡീക സ്വഭാവങ്ങളും അതിന്റെ തിരുത്തലുകളെ കുറിച്ചൊക്കെയാണ് ആദ്യത്തെ 6 അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7-ാം അധ്യായം തുടങ്ങി നമുക്കറിയാവുന്നതാണല്ലോ. 7-ന്റെ 1-ാം വാക്യം വായിച്ചാൽ അതിന്റെ ആ തുടക്കം എങ്ങനെയാണ്? 7-ന്റെ 1, നിങ്ങൾ സംഗതികളെ കുറിച്ച് അതെ എന്റെ അഭിപ്രായം എന്താണ്? അതെ. അപ്പോൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് പൗലോസ് പൗലോസിന് ലഭിച്ചതായിരിക്കുന്ന ഒരു എഴുത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചോദിച്ചതായിരിക്കുന്ന തർക്കസംഗതികളെ കുറിച്ച് പല അഭിപ്രായങ്ങളാണ്, പല പക്ഷക്കാരാണ് അവിടെ. അവർക്ക് തമ്മിൽ തന്നെ പല അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ എഴുതി ചോദിച്ച സംഗതികളെ കുറിച്ച് പൗലോസ് കൊടുക്കുന്നതായിരിക്കുന്ന വിശദീകരണമാണ് 7 മുതൽ അധ്യായങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഈ കൊരിന്ത്യർ ലേഖനത്തിലുള്ളത്. 1 മുതൽ 1-ാം അധ്യായം തുടങ്ങി 6-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ
അവരുടെ സഭയിൽ ഉണ്ടായിരുന്ന ചില ക്രമക്കേടുകളെ അത് ക്രമീകരിക്കുവാനായിട്ട്, ചില കാര്യങ്ങൾ അവരെ തിരുത്തുവാനായിട്ട്, ഭിന്നത, ദുർനടപ്പ്, വ്യവഹാരം, ഇക്കാര്യത്തിൽ അവർക്കുണ്ടായ സംഭവിച്ചതായിരിക്കുന്ന പരാജയങ്ങളെ തിരുത്തുവാനായിട്ട് പൗലോസ് എഴുതുമ്പോൾ 7 മുതലുള്ള അധ്യായങ്ങളിൽ അവർ ചോദിച്ച ചില കാര്യങ്ങളുടെ മറുപടിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. 1-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് ഒന്ന് വായിക്കും. 1 മുതൽ 3. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ തിമോഥെയോസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. ഈ വാക്യം നാം പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മൾ വളരെ ചുരുക്കമായിട്ട് മൊത്തത്തിൽ ഒരു പഠനം, ഉപരിപ്ലവമായിരിക്കുന്ന ഒരു പഠനം മാത്രമാണ് നാം നടത്തുന്നത്. ഓരോ വാക്കുകളും നമ്മൾ എടുത്ത് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ അതിന് അതിൻ്റെതായ സമയമെടുക്കും. ഇതുപോലെ വലിയൊരു ലേഖനത്തിൽ അല്പം പ്രായോഗികമായിട്ട് പ്രയാസമുണ്ട്. ഈ 3 വാക്യങ്ങൾ പൗലോസ് എഴുതുന്നത്, ഏത് ലേഖനം പൗലോസിന്റെ നോക്കിയാലും നമുക്ക് ഇതുപോലുള്ള ഒരു തുടക്കം കാണാനായിട്ട് സാധിക്കും. ആരാണ് എഴുതുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്? പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ നാം നോക്കിയാൽ അതൊരു നല്ല അറിവുള്ള ഒരാൾ എഴുതുന്ന ലേഖനമായിട്ട്, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതിനെക്കുറിച്ച് ശരിയായ ബോധ്യമുള്ള ഒരാള് ഒരു എഴുത്ത് എഴുതുന്ന പോലെയാണ് പൗലോസ് ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. മിക്കവാറും എല്ലാ ലേഖനങ്ങളുടെയും തുടക്കം നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. ഈ 3 വാക്യങ്ങളിൽ പൗലോസ് ഇതിനൊരു മുഖവുര അവിടെ കൊടുക്കുകയാണ്. ഒന്നാമതായിട്ട് എഴുത്തുകാരനെ കുറിച്ച് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ആരാണ് എഴുത്തുകാരൻ? അതെ, 2 പേരുണ്ട്. 2 പേരുടെ പേരവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരൊക്കെയാണ്? പൗലോസും സഹോദരനായ സൊസ്തനേസ്. ദൈവത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സൊസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്. ഈ കൊരിന്ത് സഭയിൽ വേറൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസിനോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ എതിർക്കുന്നതായിരിക്കുന്ന ആളുകൾ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളുടെ വിശദീകരണം നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കും. പൗലോസ് കൊരിന്ത്യർ 5-ാം അധ്യായത്തിലാണ് ഇതിന്റെ ഓർമ്മ. സോറി, ഞാൻ നോക്കിപ്പോ അല്ലെങ്കിൽ നമ്മൾ പഠനത്തിലേക്ക് വരും പറയാം. എന്തായിരുന്നാൽ പൗലോസിന്റെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്യുന്നവര് കൊരിന്ത്യരുണ്ടായിരുന്നു. അവർ ചോദിച്ചു, നിങ്ങൾ നമുക്കറിയാമല്ലോ, കർത്താവിന്റെ ശിഷ്യന്മാർ 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ 3.5 വർഷക്കാലം കർത്താവിനോട് നടന്ന് കർത്താവിനോട് പഠിച്ചവരാണ്. അപ്പോൾ ഈ പൗലോസ് അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. കർത്താവ് ജീവിച്ച കാലത്ത് പൗലോസ് കർത്താവിനെ അറിഞ്ഞിരുന്നില്ല, കർത്താവുമായിട്ട് യാതൊരു ബന്ധവും പൗലോസിനുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാള് എങ്ങനെയാണ് അപ്പോസ്തലനായത്? മറ്റുള്ള 12 ശിഷ്യന്മാരും യൂദാ ഒഴിച്ചു നോക്കിയാൽ ബാക്കിയുള്ള 11 പേരും അവർ കർത്താവിനോട് കൂടെ നടക്കുകയും കർത്താവിന്റെ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തവരാണ്. എന്നാൽ പൗലോസിനോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കുന്ന ആളുകൾ കൊരിന്ത്യരുണ്ടായിരുന്നു. അത് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പൗലോസോട് പറയുന്നുണ്ട്, ഞാൻ കർത്താവിനെ കണ്ടിട്ടില്ലയോ. അതൊക്കെയാണ് അപ്പോസ്തലത്തിന്റെ ക്രൈറ്റീരിയ ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനങ്ങളായിട്ട് അവർ വിശ്വസിച്ചിരുന്നത്. കർത്താവിനെ കാണണം. പൗലോസ് കണ്ടിരുന്ന കർത്താവിനെ കണ്ടു, പൗലോസ് കണ്ടു. മറ്റുള്ള ശിഷ്യന്മാർ കണ്ടതുപോലെ അല്ല പൗലോസ് കണ്ടത്. കർത്താവ് തന്നെ അവന് നേരിട്ട് പ്രത്യക്ഷമായി. ദമസ്കോസിന് പടിവാതിൽക്കൽ വെച്ച് സഭയെ പീഡിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് തന്നെ അവന് മുൻപിൽ പ്രത്യക്ഷമായി. കർത്താവിനെ അവൻ കണ്ടു. കർത്താവ് അവനെ ശുശ്രൂഷ ഏൽപ്പിച്ചു. ഇതെല്ലാം ചെയ്തു. എങ്കിലും മറ്റുള്ള ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കാൻ കൊരിന്ത്യര് ഇതൊരു പ്രശ്നമായിട്ട് കൊണ്ടുവന്നത് നാം പിന്നീട് വരുമ്പോൾ പഠനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടുകൂടെ ആയിരിക്കാം പൗലോസോട് പറയുമ്പോൾ തന്നെ കൊണ്ട് താൻ പരിചയപ്പെടുന്നത് ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസിന് തന്റെ ശുശ്രൂഷയെ കുറിച്ച് ശരിയായ ബോധ്യം ഉണ്ടായിരുന്നു. നാം അത് ഓർക്കേണ്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് തന്നെ വിളിച്ചത് എന്നുള്ള ചിന്ത പൗലോസിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് 1:9 അല്ലേ? അത് തന്നെ. ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ, മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലനല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു. കർത്താവിൽ എന്റെ അപ്പോസ്തലത്തിന്റെ മുദ്ര നിങ്ങളല്ലോ
എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൗലോസ് അവരെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നു. അപ്പോൾ ഈ ലേഖനം തുടങ്ങുമ്പോൾ അതുകൊണ്ട് തന്നെ പൗലോസ് തന്നെ കുറിച്ച് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ? ഞാൻ ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ടവനാണ്. ഒരു കാര്യം നമ്മളോട് ശ്രദ്ധിക്കണം, പൗലോസ് തന്റെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു ധാരണയുണ്ടായിരുന്നു. ഞാൻ ആരാണ് എനിക്ക് നാം അറിയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ദൈവമകനാണെന്നുള്ളത് എനിക്കറിയാം. എന്നാൽ അതിനപ്പുറമായിട്ട് ഞാൻ എന്താണ്, കർത്താവ് എന്നെ എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്, എന്റെ ശുശ്രൂഷ എന്താണ്, ഇത് ഞാൻ മനസ്സിലാക്കിയിരിക്കണം. പൗലോസിന് വ്യക്തമായിരിക്കുന്ന ധാരണ ഉണ്ടായിരുന്നു. ദൈവേഷ്ടത്താൽ പ്രത്യേക വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം, വിശദീകരിക്കുവാനായിട്ട് നമുക്ക് സമയമില്ലെങ്കിൽ പോലും, ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ടവനാണ് ഞാൻ. പൗലോസിന് ആ ചിന്ത തന്റെ ജീവിതത്തിൽ വ്യക്തമായിട്ടുണ്ടായി. എല്ലാ വിശ്വാസികളും വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ ആ വിളിയുടെ അപ്പുറത്ത് വേറെ ചിലതുകൂടെ ഉണ്ട് എന്നുള്ളത് നാം നോക്കണം. പൗലോസിന്റെ ജീവിതത്തിൽ കർത്താവ് തന്നെ വിളിച്ചു എന്നുള്ളത് ശരിയാണ്. ഒരു വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന്, പശ്ചാത്തലത്തിൽ നിന്ന് പൗലോസിനെ കർത്താവ് വിളിച്ചു. എന്നിട്ട് ദൈവ ശുശ്രൂഷ ഏൽപ്പിച്ചു, അപ്പോസ്തലത്വ ശുശ്രൂഷ. അവിടെ ഏൽപ്പിക്കുമ്പോൾ തന്നെ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, നീ ജാതികളുടെ ഇടയിലേക്ക് പോയാൽ മതി, യഹൂദന്മാരുടെ ഇടയിലേക്ക് പോകാൻ എനിക്ക് വേറെ അപ്പോസ്തലന്മാരുണ്ട്. നാം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ഞാൻ പൗലോസിനോളമല്ല എങ്കിലും ഞാൻ വളരെ നിസ്സാരനാണ് പൗലോസിനോളം. നാം ഓരോരുത്തരും പക്ഷെ ഒരു കാര്യം നാം ഓർക്കണം, നമ്മളെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന വിളിയും ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന ഇഷ്ടവും ഉണ്ട് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഈ മോളോട് ഞാൻ പറയില്ല. നിങ്ങളെ കുറിച്ചും വ്യക്തമായിരിക്കുന്ന ഉദ്ദേശം, ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഓരോരുത്തരോടുള്ള ബന്ധത്തില് ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന ചില ഇഷ്ടങ്ങളുണ്ട്. കേവലം വിശ്വാസികളായിട്ടല്ല, വിശ്വാസികളായിട്ട് നമ്മെ വിളിച്ചിരിക്കുന്നു. നമുക്കുള്ള വാക്യങ്ങളിലൊക്കെ അതിനെ കുറിച്ച് കാണാനായിട്ട് സാധിക്കുന്നു. ഈ അധ്യായം തന്നെ അതിന് 1:1-2 നാം വായിക്കുന്നുണ്ട്. അവിടെ വിശ്വാസത്തോടുള്ള ബന്ധത്തില് വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് എഴുതുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല അവിടെ അവസാനിക്കുന്നത്, 2-ാം വാക്യത്തിന്റെ അവസാനം അല്ലെ. 1:1 അധ്യായത്തിന്റെ 2-ാം വാക്യം അതിന്റെ അവസാനം, യേശുക്രിസ്തുവിനെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർ. അപ്പൊ വിശുദ്ധന്മാരായിട്ട് നമ്മെ വിളിച്ചിരിക്കുക. 9-ാമത്തെ വാക്യം 1:9. ആ വാക്യത്തിലേക്ക് പിന്നീട് നാം വരും. 1:9 തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുക. യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുക. അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. 1:26 വാക്യം, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. അപ്പൊ നമ്മളെ വിളിക്കാതെ അല്ല നാം വന്നത്. എങ്ങനെയൊക്കെ വലിഞ്ഞു കയറി വന്നവരല്ല വിശ്വാസ ജീവിതത്തിലേക്ക്. പിന്നെ എങ്ങനെയാ വന്നത്? വിളിയെ കുറിച്ച് അനേക വാക്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ ശ്രദ്ധ നാം ഈ ഒരു അധ്യായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അധികം വാക്യങ്ങൾ മറ്റുള്ളവരും നാം എടുക്കുന്നില്ല. നമ്മുടെ വിളിയെ കുറിച്ച് കർത്താവ് നമ്മെ വിളിച്ചത് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ, ഞാനിന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നുവെങ്കിൽ, അത് കേവലം എന്റെ മിടുക്കല്ല, ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതല്ല, കർത്താവിനെ വിളിച്ചു എന്നുള്ളത് ആണ് അതിന്റെ കാരണം. നാം ഓരോരുത്തരും ഓർക്കണം, വ്യക്തിപരമായിട്ട് നാം ചിന്തിക്കണം. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കർത്താവ് വിളിച്ചു, തന്നെ ശുശ്രൂഷയ്ക്ക് കർത്താവാക്കി, അപ്പോസ്തലത്വത്തിന്റെ ശുശ്രൂഷ കർത്താവ് തന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് കർത്താവ് വ്യക്തമായിട്ട് തന്നോട് പറഞ്ഞു, നീ ജാതികളുടെ ഇടയിലേക്ക് പോകണം. സ്പെസിഫിക് ആയിട്ട്, വളരെ കൃത്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വിളിയുണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിലാക്കാം. ഓരോരുത്തരോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ വിളിയല്ല എനിക്കുള്ളത്, പൗലോസിന്റെ വിളിയല്ല പത്രോസും ഉണ്ടായിരുന്നത്. പത്രോസ് യഹൂദന്മാരുടെ മധ്യത്തിലേക്കാണ് പോയത്. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഓരോരുത്തർക്കും കർത്താവിന് സ്പെസിഫിക് ആയിട്ട് വ്യക്തമായിട്ട് ഒരു വിശ്വാസി പോലും ഇവിടെ ഇരിക്കുന്ന ഒരു വിശ്വാസി പോലും, നാം ഈ സഭയില് എത്ര ചെറിയ ജോലിയായിട്ട് കൊണ്ടേ, എത്ര ചെറിയ ശുശ്രൂഷയായിക്കൊള്ളട്ടെ ചെയ്യട്ടെ, സമൂഹത്തിൽ നാം എത്ര നിസ്സാരമായിക്കൊള്ളട്ടെ, പക്ഷെ ദൈവത്തിന് വ്യക്തമായിരിക്കുന്ന ഒരു വിളി, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വിളി എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കേണ്ടത് ആവശ്യം. പൗലോസ് പറയുന്നത് ദൈവേഷ്ടത്താൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, ദൈവേഷ്ടത്താൽ. പൗലോസിന്റെ കാര്യത്തിൽ ദൈവത്തിനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന നിസ്സാരമാരായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനോസ്, ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ലേഖനം എഴുതിയത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ സോസ്തനോസ് കേവലം എഴുത്തുകാരനായിരിക്കാം. സോസ്തനോസ് പൗലോസ് പറഞ്ഞു കൊടുത്ത് സോസ്തനോസ് എഴുതിയതായിരിക്കാം എന്ന് ചിന്തിക്കാം. പല ലേഖനങ്ങളിൽ, ചില ലേഖനങ്ങളിൽ അതിന് ഉദാഹരണമായിട്ട് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുകയുണ്ടായി. 2-ാമത്തെ വാക്യം, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും ഇവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ. അതെ, ഇവിടെ
ഇവിടെ പൗലോസ് വേറൊരു കാര്യം ഇവിടെ ഓർപ്പിക്കുകയാണ്. നമുക്ക് പറയുകയുണ്ടായി, പൗലോസ് എഴുതുന്ന വാക്കുകളൊക്കെ ഈ കൊരിന്ത്യർക്ക് എവിടെയെങ്കിലും ചെന്ന് കൊള്ളണം, അതിന് വേണ്ടിയിട്ടാണ് പൗലോസ് എഴുതുന്നത്. പൗലോസ് പറയുകയാണ്, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്. എത്ര ചുരുക്കി പറഞ്ഞാലും ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റും. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ആരോടാ പറയുന്നത്? കൊരിന്ത്യ വിശ്വാസികളോട് പറയുക, നിങ്ങൾ കേവലം നിങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കാനുള്ളവരല്ല, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർ ഓർക്കണം, ഞങ്ങൾ എങ്ങനെ ജീവിച്ചവരായിരുന്നു. നാം കഴിഞ്ഞ ആഴ്ചയിൽ 1 Corinthians 6 അധ്യായത്തിലുള്ള വാക്യം നാം വായിക്കുകയുണ്ടായല്ലോ. 1 Corinthians 6 അധ്യായത്തിന്റെ അതിന്റെ വായിക്കേണ്ട ഇന്ന് 8 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 9 മുതലുള്ള 8, 9, 10 വാക്യങ്ങൾ പറഞ്ഞതിന് ശേഷം പൗലോസ് അവരോട് പറയുന്നുണ്ട്, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, അവിടെ നിന്നാണ് നിങ്ങളെ കർത്താവ് വിശുദ്ധീകരിച്ചത് എന്ന് പറഞ്ഞാൽ അധാർമികതയുടെ അങ്ങേയറ്റം, മാലിന്യത്തിന്റെ അങ്ങേയറ്റം, മാലിന്യ കുമ്പാരത്തിൽ കിടന്നതാണ് ഈ കൊരിന്ത്യർ. അവിടെ നിന്നാണ് നിങ്ങളെ വിശുദ്ധീകരിച്ച് കർത്താവ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് പൗലോസ് അവരെ ഓർപ്പിക്കുന്നത്. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, വിളിച്ചപേക്ഷിക്കുന്ന ഇവരോടും കൂടി വിളിക്കപ്പെട്ട വിശുദ്ധന്മാരമായവർക്ക് തന്നെ പറയുകയാണ്, നിങ്ങൾ കേവലം സാധാരണക്കാരല്ല, നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല. ഈ വാക്കുകളൊക്കെ നാം ശ്രദ്ധിച്ച പൗലോസിന്റെ എഴുത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യം തൊട്ട് അവരെ അങ്ങ് ശാസിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കുറവുകളൊക്കെ പറഞ്ഞ് അങ്ങ് ഡയറക്റ്റ് ആയിട്ട് ഒരു വളരെ തന്ത്രപൂർവമായിരിക്കുന്ന ഒരു പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയാണ് നമുക്ക് പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ പൗലോസ് അവരോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ പൗലോസ് അവരുടെ ഹൃദയത്തിൽ ചില കാര്യങ്ങളൊക്കെ കൊള്ളണം. അവരോട് പറയുകയാണ്, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ പഴയകാല ജീവിതം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എവിടെ നിന്നാണ് നിങ്ങൾ വന്നതെന്ന്. അതിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവരോട് കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവരാണ് നിങ്ങൾ എന്നുള്ളത്. നിങ്ങളെ വിളിച്ചതാണ്, നിങ്ങളെ വിളിച്ചതാണ്, നിങ്ങളുടെ വിശുദ്ധിയിലേക്കാണ് വിളിച്ചത് എന്നുള്ളത് പൗലോസ് പറയുകയാണ്. വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ. നമ്മളെ കുറിച്ച് വിശുദ്ധന്മാർ എന്നുള്ള പദപ്രയോഗം കൊരിന്ത്യരെ കുറിച്ച് പൗലോസ് ഉപയോഗിക്കുകയാണ്. നമ്മളെ കുറിച്ച് വിശുദ്ധന്മാർ എന്നുള്ള പദപ്രയോഗം കർത്താവ് ഇന്ന് ഉപയോഗിക്കുവാനായിട്ട് വാസ്തവമായിട്ട് അതിന്റെ നമ്മുടെ കർത്താവ് ഈ രക്ഷിക്കപ്പെടുമ്പോൾ നാം സ്ഥാനീയമായ വിശുദ്ധ പദവിയിലേക്ക് വരുന്നു. എന്നാൽ അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥത്തിലേക്ക് നോക്കിയിട്ട് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ വിളിക്ക് ഞാൻ എങ്ങനെ യോഗ്യനായിട്ട്? വിശുദ്ധന്മാർ, വിശുദ്ധീകരിക്കപ്പെട്ടവർ. എന്റെ ജീവിതത്തിലെ അശുദ്ധികളല്ലേ മുകളിൽ നിൽക്കുന്നത്, പിന്നെ എങ്ങനെ വിശുദ്ധന്മാർ എന്ന വിളിക്ക് ഞാൻ യോഗ്യനായിട്ട്? സ്ഥാനീയമായ നാം എല്ലാവരും വിശുദ്ധന്മാരാണ്. വിശുദ്ധന്മാരോടുള്ളതായിരിക്കുന്ന പങ്കും ഓഹരിയും ഒക്കെ കർത്താവ് നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചതാണ്. പക്ഷെങ്കില് ഈ പദപ്രയോഗം അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം ചിന്തിക്കുമ്പോൾ ഞാൻ ആ നിലവാരത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവരെ കർത്താവ് വിളിച്ചു. എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? വിശുദ്ധിക്കായിട്ടാണ് വിളിച്ചത്. ഒന്നാമതായിട്ട് നമ്മൾ കാണുമ്പോൾ, 2-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, എന്തിനു വേണ്ടിയിട്ട് വിളിച്ചു? വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 9-ാമത്തെ വാക്യത്തില് എന്തിനു വേണ്ടിയിട്ട് നമ്മെ വിളിച്ചു? യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് നമ്മെ വിളിച്ചത്. ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക്, കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക്. ആ ബന്ധം എന്ന് പറയുന്നത് അത് നിസ്സാരമായിരിക്കുന്ന ഒരു ബന്ധമല്ല. യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ വിളിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു തരത്തിലും ഈ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുവാൻ പോലും എന്തെങ്കിലും സാധ്യതയുള്ളവരായിരുന്നില്ല നാം. പക്ഷേ കർത്താവ് തന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചു. അതിന്റെ 25-ാമത്തെ വാക്യത്തിലെ 1:25 നമുക്കറിയാമല്ലോ. സൂചിപ്പിച്ച വാക്യമാണ് 1:26. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളെ അറിയില്ല, ബലവാന്മാരെ അറിയില്ല, കുലീനരെ അറിയില്ല. അവിടെ നാം ആ വിളിയെ നോക്കുമെന്ന് പറഞ്ഞത് കൺസിഡർ യുവർ കോളിംഗ്. നിങ്ങളുടെ വിളിയെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. നാം നോക്കാറുണ്ടോ? പലപ്പോഴും രക്ഷയുടെ വില, വീണ്ടെടുപ്പിന്റെ വില നമുക്ക് മനസ്സിലാകാതെ ഇരിക്കുന്നതിന്റെ കാരണം
ഈ വിളിയെ നോക്കാത്തത് കൊണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും നാം ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവരല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മുടെ യാതൊരു അവിടെ 26 വാക്യം നാം വായിക്കുമ്പോൾ ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷകമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. നമുക്ക് ആ വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ നമ്മുടെ വിളി എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, എത്രമാത്രം നാം അതിന് വില കൊടുക്കേണ്ടുന്നവരാണ് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ വിളിച്ചു, കർത്താവ് നമ്മെ വിളിച്ചു. നമ്മളെ കേട്ടതുപോലെ വിശുദ്ധിക്കായിട്ടാണ് നമ്മെ വിളിച്ചത്. അതുകൊണ്ടാണ് 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ക്രിസ്തുയേശു വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്. അവിടെ നാം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും, നാം തന്നെയല്ല. ഇവിടെ എന്താ വായിക്കുന്നത്? ഏവരോടും കൂടെ വിളിക്കപ്പെട്ട. ഇബ്രാഹിം നാം വായിക്കുന്നുണ്ട്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട്. ആ കൂട്ടത്തിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധന്മാരോടൊപ്പം പങ്ക് മോഹനയും ഒക്കെ തന്ന് ദൈവം നമ്മെ വിശദീകരിച്ച് അവരുടെ കൂട്ടത്തിലാക്കിയിരിക്കുകയാണ്. കമ്പനി ഓഫ് സെയിൻസ്. നാം വിശുദ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. വിശദീകരിച്ചു, വിശുദ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നു. പിന്നീട് നാം കണ്ടത് വിശുദ്ധന്മാരുടെ കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. 26-ാമത്തെ വാക്യം തൊട്ട് നാം വായിക്കുമ്പോൾ ഈ വിളിക്ക് യാതൊരു നിലയിലുള്ള യോഗ്യതയോ നമുക്ക് ഇല്ലാതിരുന്നപ്പോൾ കർത്താവ് നമ്മെ വിളിച്ചു എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ വിളിയിൽ നമുക്ക് ലഭിച്ചതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നവിടെ പറഞ്ഞിരുന്നത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കിയാൽ ഈ വിളി മുഖാന്തരം നമുക്ക് ലഭിച്ച നന്മകൾ, നമുക്ക് ലഭിച്ചതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഈ വിളിയുടെ വില എന്താണ് എന്നുള്ളത് ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 4-ാം വാക്യത്തിന്റെ 1-ാം ഭാഗം, നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. പൗലോസ് ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്തോത്രം ചെയ്യുന്നു. കാരണം നിങ്ങൾ വന്നത് ഒരു തരത്തിലും യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സ്ഥാനത്താണ്. നമുക്കറിയാമല്ലോ, നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള ആളുകളെ നാം കണ്ടാൽ നാം എന്ന് വിചാരിക്കും ഇവരോട് സുവിശേഷം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് വിചാരിക്കും. അത്രമാത്രം അധപ്പതിച്ചതായിരിക്കുന്ന യാതൊരുമായിരിക്കുന്ന ആത്മീയതയുടെ ലാഞ്ചന പോലും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ലോകപ്രകാരം നോക്കിയാൽ പോലും ഒരു ഭക്തിയുടെ യാതൊരുമായിരിക്കുന്നു. ഭക്തി, അവരുടെ ഭക്തിയൊക്കെ വളരെ ദുർമാർഗത്തിലുള്ള ഭക്തിയായിരുന്നു. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു നിലയിൽ നാം ഓർത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്ന് കർത്താവ് അവരെ വിളിച്ചു. നിങ്ങൾക്ക് ലഭിച്ചതായിരിക്കുന്ന ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ എന്ന് പറയുന്നത് അത് ചെറിയ കൃപയല്ല, അത് വളരെ വലിയൊരു കൃപയാണ്. ഈ നിലയുള്ളതായിരുന്ന കൊരിന്ത്യരെ നിങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നുവെങ്കിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിൽ നിങ്ങളെ കുറിച്ചപ്പോൾ സ്തോത്രം ചെയ്യുന്നു. നമ്മോടുള്ള ബന്ധത്തിൽ നാം ഈ ഭാഗങ്ങളൊക്കെ നാം ചിന്തിക്കുമ്പോൾ ഇതെല്ലാം നമ്മളുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഒരു ആത്മീയ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ഈ വീണ്ടെടുപ്പിന്റെ വില നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിൽ നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. 6-ാം വാക്യം, അതിന്റെ തുടക്കം 6-ാം വാക്യം വായിക്കും. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളുടെ ഉറപ്പായിരിക്കുന്ന പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. നോക്കുക, ഈ കൊരിന്ത്യർ ജഡീകത്വമൊക്കെ ഉണ്ടെങ്കിലും അവർ ചില കാര്യങ്ങളിൽ സമ്പന്നന്മാരായിരുന്നു. എന്താ നാം വായിക്കുന്നത്? അവരിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിട്ട് തീർന്നു. ഇന്ന് നമുക്കും എന്തിനാ കുറവുള്ളത്? ദൈവവചനത്തിന് എവിടെയാണ് നമുക്ക് കുറവുള്ളത്? വചനം വായിക്കാൻ ഇഷ്ടം പോലെ നമ്മുടെ കൈകളിൽ സുലഭമാണ് ദൈവത്തിന്റെ വചനം. നമുക്ക് കേൾക്കാൻ ഇഷ്ടം പോലെ വചനം സുലഭമാണ്. വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ വചനം, ദൈവത്തിന്റെ പരിജ്ഞാനം നമുക്ക് ഈ പുസ്തകത്തിൽ ലഭ്യമാണ്. അതിനുള്ള എല്ലാ ഇത് നേടേണ്ടവന് നേടുവാൻ ആവശ്യം പോലെയുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു നിലവിലുള്ളത്. എന്തിനോട് പൗലോസ് പറയുകയാണ്, അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിട്ട് എത്തുന്നു എന്നുള്ളത് നമ്മുടെ കാണാനായിട്ട് സാധിക്കും. 1-3 നാം
വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന വാക്യമാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുയേശു നിങ്ങളെ നയിച്ചു. ക്രിസ്തുയേശു നിങ്ങളെ സ്വർഗത്തിൽ നമ്മള് ഈ ആത്മീയമായ നിലയിൽ നാം നോക്കുമ്പോൾ, ഭൗമ്യമായ നിലയിൽ നാം എങ്ങനെയുള്ളവരായിരുന്നാൽ തന്നെ, എങ്ങനെയുള്ള വിശ്വാസികളാണെങ്കിൽ തന്നെയും അവർക്കെല്ലാം ഇതെല്ലാം ഈ കാര്യത്തിലൊന്നും ദൈവം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നാം എത്ര ദരിദ്രന്മാരാണെങ്കിലും, നാം ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്തവരാണെങ്കിലും ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം എന്തെങ്കിലും തരത്തിലൊരു വിവേചനം വരുത്തിയിട്ടുണ്ടോ? ഒരാളിനോടുള്ള ബന്ധത്തിൽ ഇവിടുത്തെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ആറാമത്തെ വാക്യം, അവൻ നിങ്ങൾ സകലത്തിലും, വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിട്ട് സ്വർഗത്തിൽ സകല ആത്മീയ അനുഗ്രഹത്താലും. ഇതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ട് ചിന്തിക്കണം. വീട്ടിൽ ഞാൻ പറയുക, വ്യക്തിപരമായിട്ട് ചിന്തിക്കണം. എന്നെ കർത്താവ് വിളിച്ചിരിക്കുമ്പോൾ എനിക്ക് ലഭിച്ച ദൈവകൃപ, അതാണ് പരിചയത്തെ കുറിച്ച് പൗലോസ് പറയുന്നത്. രണ്ടാമതായിട്ട് ഇവിടെ നാം വായിക്കുമ്പോൾ അവനിൽ നിങ്ങൾ സകലത്തിലും സകല വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിട്ട്. എഫെസ്യർ ഒരു വാക്ക് കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. എഫെസ്യർ 1:21-22 വാക്യം. എഫെസ്യർ 1:21-22. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ച് ആ വിശദമായിട്ട് 1-ാം അധ്യായത്തില് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ് 21-22 വാക്യം. എഫെസ്യർ ലേഖനം 1:21-22. വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്നെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളവരും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴിലാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാവരും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായി സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വാക്യമൊക്കെ വായിക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കാത്ത പ്രയാസമാണ്. പെട്ടെന്ന് വായിക്കുമ്പോൾ കർത്താവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിട്ട് സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ കർത്താവിനെ ഇരുത്തി സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. എന്താ ചെയ്തിരിക്കുന്നത്? 24-ാം വാക്യത്തില് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്നത്. അപ്പൊ സഭ എന്ന് പറയുന്നത് എന്തുവാ? എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമാണ് സഭ. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്ന അവന്റെ സജ്ജമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ, വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ദൈവം എന്തിനെങ്കിലും കുറവ് വരുത്തിയിട്ടില്ല. എല്ലാം സമൃദ്ധിയായിട്ട് ആത്മീയമായിരിക്കുന്ന നന്മകൾ, ആത്മീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നാം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇവിടെ പൗലോസ് കൊരിന്ത്യരോട് പറയുമ്പോൾ നിങ്ങൾ സകലത്തിലും വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിട്ട് തീർന്നു. 1:7 വാക്യം. അവർക്ക് ലഭിച്ച നന്മകൾ 7-ാമത്തെ വാക്യം. നോക്കുക, ഇവിടെ കൊരിന്ത്യരോട് പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ല. ഒന്ന്, കൃപയ്ക്ക് നിങ്ങൾക്ക് കുറവ് വന്നില്ല. 2, നമ്മൾ വായിച്ചപ്പോൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും നിങ്ങൾ സമ്പന്നരാണ്. 3-ാമതായിട്ട് പറയുന്ന കാര്യം, അവർക്ക് എന്തിനു കുറവില്ല? ഒരു കൃപാവരത്തിനും. കൊരിന്ത്യ സഭയില് ഈ ജഡികന്മാരാണെങ്കിലും അവർക്ക് കൃപാവരങ്ങൾക്ക് കുറവില്ല. ദൈവം സഭയെ ആക്കിയിരിക്കുമ്പോൾ കൃപാവരങ്ങളുടെ സമൃദ്ധി നൽകിയാണ് ഓരോ സഭയെയും കർത്താവാക്കിയിരിക്കുന്നത്. പക്ഷെങ്കിൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്റെ കൃപാവരം എന്താണ്? അതെങ്ങനെ സഭയ്ക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നുള്ളത് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തര് പോലും ഇവിടെ ഇരിക്കുന്ന ഒരുത്തര് പോലും ഞാൻ ഉൾപ്പെടെ ആരും ഇതിന്ന് വ്യത്യാസമുണ്ട്. ദൈവം എന്തെങ്കിലും കൃപാവരം തരാത്ത ഒരു വിശ്വാസം പോലും കൊടുത്തിട്ടില്ല. പക്ഷെ ആ കൃപാവരം മനസ്സിലാക്കി സഭയ്ക്ക് പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമാണ്. കൃപാവരങ്ങളെ കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് ഒരു ലേഖനത്തിൽ കാണാനായിട്ട് സാധിക്കും, അല്ലാതെ മറ്റുള്ള ലേഖനങ്ങളിൽ നാം കാണും. കൃപാവരങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുക. കൊരിന്ത്യർക്ക് കൃപാവരങ്ങൾ നൽകി. അത് സഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി നൽകിയിരിക്കുക. ഏത് വിശ്വാസിക്കും കർത്താവ് ചില കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നോ ഒന്നിലധികമോ കുറഞ്ഞതൊന്നെങ്കിലും കൃപാവരം നൽകി. ആ കൃപാവരങ്ങള് സഭയ്ക്ക് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ആ കൃപാവരങ്ങൾ ദൈവം നൽകിയതിന്റെ പ്രയോജനം സഭയ്ക്ക് ലഭിക്കുന്നത്. അതിന്റെ 7-ാമത്തെ വാക്യം തന്നെ ഒന്നുകൂടെ വായിക്കാം. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമുക്കൊരു പ്രത്യാശ ലഭിച്ചിട്ടുണ്ട്. കൊരിന്ത്യരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് കൃപാവരങ്ങൾക്ക് കുറവില്ല. മാത്രമല്ല
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇതാർക്കാ സാധിക്കുന്നത്? ഈ ലോകത്തിലുള്ള ഒരു സാധാരണ മനുഷ്യന് സാധിക്കുമോ? ലോകത്തിലുള്ള സാധാരണ മനുഷ്യന് എന്തിനെക്കുറിച്ചെങ്കിലും ഒരു പ്രത്യാശയുണ്ടോ? അതില്ല. പക്ഷെങ്കില് പൗലോസ് കൊരിന്ത്യരോട് പറയുമ്പോൾ നിങ്ങൾ ഒരു കൃപാവരത്തിൽ കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഒരു വലിയ പ്രത്യാശയിലേക്ക് കർത്താവ് അവരെ കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 8-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. നമുക്ക് 5 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഒന്ന്, അവർക്ക് ലഭിച്ചതായിരിക്കുന്ന ദൈവകൃപ. രണ്ടാമതായിട്ട് പരിജ്ഞാനത്തോടുള്ള ബന്ധത്തിലും വചനത്തോടുള്ള ബന്ധത്തിലും അവർക്ക് ലഭിച്ചതായിരിക്കുന്ന സമ്പന്നത. അങ്ങനെയാണ് 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. 7-ൽ നാം വായിക്കുമ്പോൾ ഒരു കൃപാവരത്തിലും അവർ കുറവില്ലാത്തവരാണ്. പിന്നീട് 7-ാം വാക്യത്തിൽ നാം വീണ്ടും കാണുന്നു അവർക്ക് ലഭിച്ചതായിരിക്കുന്ന പ്രത്യാശ. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. 8-ാമത്തെ വാക്യം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ ലോകത്തിൽ കർത്താവ് നമ്മെ വിളിച്ചു, വേർതിരിച്ചു, നമ്മെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് നമ്മെ കൈവിടുകയല്ല. 8-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം. നിങ്ങൾക്ക് കുറവുകളുണ്ട്, നിങ്ങൾക്ക് ബലഹീനതകളുണ്ട്, നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ചില സ്ഥാനങ്ങളുണ്ട്, ചില കാര്യങ്ങളൊന്നും നിങ്ങൾ പോരായ്മയുള്ളവരാണ്. പക്ഷെ എന്താ കർത്താവ് ചെയ്യുന്നത്? ആണ് വായിക്കുന്നത് 8-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോളം അതിനെ തികയ്ക്കും. അങ്ങനെയാണ് വായിക്കുന്നത്. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. നമ്മിൽ കുറവുകൾ ഉണ്ടാകാം, പക്ഷേ നമ്മളെ കുറിച്ചുള്ളതായിരിക്കുന്ന കർത്താവിന്റെ ഉദ്ദേശം നിറവേറുന്നത് വരെ കർത്താവിന്റെ കരുതൽ നമ്മോടൊപ്പം ഉണ്ട്. നമ്മെ എങ്ങനെയെങ്കിലും ഒക്കെ കുറ്റമില്ലാത്തവരാണ്. യുദായുടെ ലേഖനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. യുദായുടെ ലേഖനം അതിന്റെ അധ്യായമേയുള്ള യുദായുടെ ലേഖനത്തിന് അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അതിന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ യുദായുടെ ലേഖനം 1-ാം അധ്യായം ഒരു അധ്യായമേ ഉള്ളൂ. അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തി. പ്രിയമുള്ളവരെ, നാം അല്പം കർത്താവിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോളം അതിനെ തികയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. എന്നെ രക്ഷിച്ചു, എന്ന് കുറവുകളുണ്ട്, എന്ന് ബലഹീനതകളുണ്ട്, പക്ഷെ എന്നെ അങ്ങനെ കൈവിടാനായിട്ടല്ല എന്നെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കും. എഫെസ്യ ലേഖനത്തിൽ ഒരു വാക്കുകൂടെ വായിച്ചു. എഫെസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, 20 വാക്യം വായിക്കും. എഫെസ്യ ലേഖനം 2:20 മുതൽ, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതുവരും. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു എന്ന് പറഞ്ഞ ഈ പണി അവസാനിച്ചോ? എന്നിലും നിങ്ങളിലുമുള്ള പണി അവൻ അവസാനിപ്പിച്ചിട്ടില്ല. എന്നെയും നിങ്ങളെയും തന്റെ രക്തം കൊടുത്ത് അവൻ വീണ്ടെടുത്തു, അവന്റെ മക്കളാക്കി നമ്മെ തീർത്തു. ഈ കെട്ടിടത്തിന്റെ അവന് കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായിട്ട് വളരുകയാണ്. കർത്താവിന്റെ പണി അവിടെ കൊണ്ട് അവസാനിക്കില്ല. അവിടെ വായിക്കുന്നത് അവരിൽ നിങ്ങളെയും ദൈവത്തിന്റെ, നിങ്ങളെയും എന്ന് പറയുന്നത് എന്റെ പേര് ഞാൻ ചേർക്കണം, നിങ്ങൾ ഓരോരുത്തരും ചേർക്കണം. അവരിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരികയാണ്. ദൈവത്തിന്റെ നിവാസമാകേണ്ടത് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായിട്ട് ആനന്ദത്തോടെ നിർത്തുവാൻ അവന് സാധിക്കും. നാം ഒന്ന് വിധേയപ്പെട്ടു കൊടുക്കണം. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി നമ്മിൽ തുടരുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എത്രയോ പരാജയങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എത്രയോ സ്ഥാനങ്ങളിൽ ഞാൻ ബലഹീനനായിട്ട് പരാജിതനായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഉപേക്ഷിച്ചു പോകാനായിട്ട് ഈ കർത്താവ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. കൈവിടാതെ പിന്നെയും എന്നെ സ്നേഹത്തോടെ കരുതുകയും എന്നെ നിർത്തുവാൻ തക്കവണ്ണം, എന്നെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം അവിടെ വായിക്കുന്നത് ഇതിലേക്ക് മടക്കി വരാൻ അവിടെ നാം വായിക്കുമ്പോൾ അവസാനത്തോളം ഉറപ്പിക്കും. ഈ കർത്താവ് അവസാനത്തോളം ഉറപ്പിക്കുന്നതാണ്. നമ്മെ കുറിച്ചൊക്കെ വ്യക്തമായിരിക്കുന്ന പരിപാടികൾ, വ്യക്തമായിരിക്കുന്ന പദ്ധതികൾ കർത്താവിനുണ്ട്. ആ പദ്ധതികൾ തികയ്ക്കുവാനായിട്ട്
അവൻ നമ്മിൽ പണി നടന്നുകൊണ്ടേയിരിക്കും. ഒരു പാട്ട്, കുഞ്ഞുങ്ങളുടെ ഒരു പാട്ടാണ്. ആ പാട്ട് ഞാൻ ഞാൻ ഓർത്തൊരു പാട്ടാണ്. ആ പാട്ടിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ദൈവം സൺ, മൂൺ ആൻഡ് സ്റ്റാർസ്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് 6 ദിവസം എടുത്തു. പക്ഷെ എന്റെ പണി, എന്നിലുള്ളതായിരിക്കുന്ന പണി ചിലർക്ക് അറിയാതിരിക്കും പാട്ട്, അത് അവസാനിപ്പിച്ചിട്ടില്ല. അവൻ പണിഞ്ഞുകൊണ്ടേ ഇരിക്കും. അവനിൽ നാം വിശുദ്ധ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ പണിതു വരുന്നു. അതാണ് എഫെസ്യർ 5:27. അതെ അതെ അതെ. കറാചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും, കർത്താവിന്റെ വലിയ ആഗ്രഹമാണ് നാം അത്ഭുതങ്ങൾ വിധേയപ്പെട്ട് കൊടുക്കണം. അങ്ങനെയെങ്കിൽ കറാചുളുക്കം ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവർക്ക് വേണ്ടി, അതിനു വേണ്ടിയിട്ട കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു. ആ ചിന്ത നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കണം. കർത്താവ് എന്നെ എന്തുദ്ദേശത്തോടെയാണ് വിളിച്ചത് എന്നുള്ളതായിരിക്കും ചിന്ത നമ്മുടെ ഹൃദയത്തില് എപ്പോഴും ഉണ്ടായിരിക്കുവാനായിട്ടാണ്. നമുക്ക് 1:13 പോകാം. 1:13. ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? എന്റെ പൗലോസ് നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റു. ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 3 ചോദ്യങ്ങളാണ് പൗലോസ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങളുടെ വിശദീകരണമാണ് നമുക്ക് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് നാം ചിന്തിച്ചത് 7-ാം വാക്യം വരെയാണ് നാം ചിന്തിച്ചത്. 8-ാം വാക്യം വരെ. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും ഈ 13 ശേഷമുള്ള 14 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളും പൗലോസ് ചോദിച്ച 3 ചോദ്യങ്ങളുടെ വിശദീകരണമാണ്. എന്താണെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഈ 1-ാം അധ്യായം മുഴുവനായിട്ട് തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതിലും കുറച്ചങ്ങനെ പറയാനായിട്ട് പറഞ്ഞത് വലിയ കാര്യം പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ 3 ചോദ്യങ്ങൾ പൗലോസ് ചോദിക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നു, അതിന്റെ ഉത്തരമാണ്, അല്ലെങ്കിൽ അതിന്റെ വിശദീകരണമാണ് 10 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളില്, 10, 11, 12 വാക്യങ്ങളില് കാണുന്നത്. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അതിന്റെ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ്, അല്ലെങ്കിൽ അതിന്റെ വിശദീകരണമാണ് 18 മുതലുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? അതിന്റെ വിശദീകരണമാണ് 14, 15, 16, 17 വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് 25-ാമത്തെ വാക്യം കഴിഞ്ഞത് വേറൊരു വിഷയത്തിലേക്കാണ് പൗലോസ് വരുന്നത്. അതിന്റെ ഉദ്ദേശം 1-ാമത്തെ വാക്യത്തിലാണ് അതിന്റെ കൺക്ലൂഷൻ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ആ വാക്യം പറയുന്നത്? പ്രശംസിക്കുന്നവൻ കർത്താവ് പ്രശംസിക്കും. ഇത്രയും കാര്യങ്ങളൂടെ ചിന്തിച്ചെങ്കിലേ ഇത് ഒരു വിധത്തിലെങ്കിലും നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ പഠനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് തീരും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എൻ്റെ ഏതെങ്കിലും കഴിവുകൾ ഇവിടെ പ്രകടിപ്പിക്കുവാനായിട്ട്, ഞാൻ എന്തെങ്കിലും ആണ് എന്നുള്ളത് നിങ്ങൾക്കൊരു തോന്നൽ പോലും ഉണ്ടാകുവാനായിട്ടല്ല, വാസ്തവമായിട്ട് ഹൃദയത്തിൽ തന്നെ ഞാൻ പറയട്ടെ. പിന്നെയോ എൻ്റെ ജീവിതത്തിലും ഈ വചനം പഠിക്കുന്ന നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം. നാം എത്രയോ നാളുകളായിട്ട് ദൈവവചനം പഠിക്കുന്നവരാണ്. എവിടെയെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ നാം ഇന്നത്തെ ഈ വിശ്വാസ ജീവിതത്തിന്റെ അവസ്ഥകൾ നോക്കിയാൽ, ഇന്നത്തെ നമ്മുടെ സഭകളുടെ അവസ്ഥകൾ നോക്കിയാൽ, പലപ്പോഴും കൊരിന്ത്യരെക്കാൾ മോശമായിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെയൊക്കെ സഭകളിൽ കാണാനായിട്ട് സാധിക്കും. ഒരു ചെറിയ മാറ്റമെങ്കിലും ദൈവവചനത്തിന്റെ പഠന മുഖാന്തരമായിട്ട് നമുക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അതായിരിക്കണം ഈ പഠനത്തിന്റെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അതില്ലാതെ ഇല്ല എങ്കിൽ നമ്മുടെ ചിലവിടുന്ന സമയം ഇത് വെറുതെ ആയിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ആകാതിരിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഒരു പഠനം മുഖാന്തരമായിട്ട് ദൈവം ഇടയാക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ പ്രാർത്ഥന ഓർക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.